ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ നമുക്ക് പൂരി ആയിരുന്നു കേട്ടോ. അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ ഞാനതിൽ മൈദ ഒന്നും ചേർത്തിട്ടില്ല. നമ്മൾ സാധാരണ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗോതമ്പ് പൊടി മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അതാണ് ആ പൂരിയുടെ കളറ് അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനത്തെ കളറ്. അപ്പോൾ പിന്നെ കറി ഉണ്ടാക്കിയത് ഉരുളൻകിഴങ്ങും പിന്നെ സവാള ഇട്ടിട്ടുള്ള ഇസ്റ്റു കറി ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കിയത് കേട്ടോ. അത് തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയത്. എന്താ വെച്ചാൽ 2 ഉരുളൻകിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറി കുറവായിരുന്നു. അപ്പോൾ തേങ്ങ അരച്ചിട്ട് ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇതാ ചായക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇഷമോള് ഇതാ എനിക്ക് വന്നിട്ടുള്ളൂ. ഇന്ന് വെള്ളിയാഴ്ച ആയ കാരണം ഇന്ന് മദ്രസയും ഇല്ല, പിന്നെ ഇന്ന് സ്കൂള് പിന്നെ മുടക്കാണല്ലോ, സ്കൂളും ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയാകുമ്പോൾ കുഞ്ഞിക്ക് വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. മീൻ രാത്രിയാകുമ്പോൾ വരും. അവിടെ കടപ്പുറം മീനേ പറഞ്ഞിട്ട് മീൻ വരും. അപ്പോൾ മീനും കുഞ്ഞിക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ കറി വെച്ചില്ല. അപ്പോൾ ഉമ്മ പറഞ്ഞു എൻ്റെ അടുത്ത് അത് ഇവിടെ ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെക്കി, രാവിലെ കൊണ്ടുവന്ന് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുഞ്ഞിക്ക് ഇന്നലെ എന്താ പറയുക, കേക്ക് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വീട്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം കേക്കും കൊണ്ടുപോയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചതാണ്. കേക്കും പിന്നെ നാടൻ മുട്ട വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടുപോയിക്കോ പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരത്തെ വിളിച്ചൊരു 8 മണി കഴിഞ്ഞതിന് ശേഷം വിളിച്ച്, 8:30 ഒക്കെ ആയിട്ടുണ്ടാവും ആ സമയത്താണ് വിളിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇഷമോളും കൂടി പോയിട്ട് രാത്രിയാകുമ്പോൾ അതൊക്കെ കേക്കും മുട്ടയും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. അപ്പോൾ മീനും അപ്പോഴാണ് മീൻകാരൻ വന്നത്. അപ്പോൾ എനിക്ക് മീനും വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മയുടെ മീനും അതിലുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ എണീച്ചിട്ട് ചായ കുടിക്കുക കേട്ടോ. അവിടെ ആരും എണീച്ചിട്ടില്ല. അവിടെ ഇഷമോള് മാത്രമേ എണീറ്റിട്ടുള്ളൂ. ആച്ചുട്ടനൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ വന്നേക്കിയപ്പോൾ ഇതാ നമ്മുടെ അൽഫുട്ട ഇരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ദോശയും സാമ്പാറും കഴിക്കട്ടെ ഇരുന്നിട്ട്. അപ്പോൾ എന്താ കടി ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറയാം മടക്കിയ ദോശയാണ് കടി എന്നാണ് കേട്ടോ പറയണത് അവൻ. അപ്പോൾ അതും അവന് എന്ത് കടിയാണെങ്കിലും അതിലേക്ക് കൂട്ടാൻ വേണം കേട്ടോ. പുട്ടാണെങ്കിലും അതിലേക്ക് സാമ്പാറൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക. എന്തിലേക്കും കൂട്ടാൻ വേണം അവന്. അപ്പോൾ അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഉമ്മ അത് അവിടെ ചോറ് ഊറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചോറ് തിളപ്പിച്ച് ഊറ്റുകയാണ് ഉമ്മ. അപ്പോൾ ഉമ്മാക്ക് ഞാൻ മീൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് വേണ്ട മീൻ ഉമ്മ എടുത്തോട്ടെ വെച്ചിട്ട് ഞാനിങ്ങോട്ട് കൊടുന്നേക്ക് ഫുള്ളും ഇങ്ങോട്ട് കൊടുന്നു. ഉമ്മാക്ക് അയില ഇഷ്ടം, ചൂരക്കണ്ണി ഉമ്മാക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ചൂരക്കണ്ണി ഉമ്മ എനിക്ക് പറക്കിയിട്ട് തന്നു. മറ്റേ അയിലും തന്നു കേട്ടോ. അയിലും കുറച്ച് തന്നു, പിന്നെ ചൂരക്കണ്ണിയും തന്നു. പിന്നെ അപ്പം ഉമ്മ നല്ലത് നോക്കിയിട്ട് ഉമ്മാക്ക് വേണ്ട മീൻ ഉമ്മ എടുക്കുകയാണ് കേട്ടോ. ഉമ്മാക്ക് അയില മാത്രമേ ഇഷ്ടമുള്ളൂ, ചൂരക്കണ്ണി ഇഷ്ടമല്ല. വാലുമ്മ മുള്ളുള്ള മീനുണ്ടല്ലോ, അതിനാണ് കേട്ടോ ഇവിടെ ചൂരക്കണ്ണി എന്ന് പറയുക. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുകയെന്ന് അറിയില്ല. അപ്പോൾ ചൂരക്കണ്ണി ഞാനിങ്ങോട്ട് കൊണ്ടുവരും ചെയ്തു കേട്ടോ. നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ നമുക്ക് 2-3 ദിവസത്തേക്ക് ഇനി കറി വെക്കാനുള്ള മീനൊക്കെ ആയിട്ടാ. അപ്പോൾ രാത്രി മീൻ കൊണ്ടുവരുമ്പോൾ നല്ല വില കുറവുണ്ട്. 2 കിലോന് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇന്നലെ മീനിന്. അപ്പോൾ കുഞ്ഞിക്ക് 2 കിലോ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാത്രിയൊക്കെ കുഞ്ഞിക്ക് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് വിളിക്കും കേട്ടോ. എന്നെ സാധനം കൊണ്ടുവന്നിട്ട് വന്ന് കൊണ്ടുപോയിക്കും. വണ്ടിയുള്ള കാരണം നമുക്ക് പോയി കൊണ്ടുവരാനൊക്കെ സുഖമാണ്. അപ്പോൾ എന്തൊരു സ്പെഷ്യലായിട്ട് എന്ത് സാധനം കുഞ്ഞിക്ക് വാങ്ങിയാലും അങ്ങനെ വിളിക്കാറുണ്ട് വൈകുന്നേരം ആകുമ്പോൾ. എന്നിട്ട് ഞാൻ പോയി വാങ്ങി കൊണ്ടുവരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഫോൺ വിരയിൽ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഇരുന്നോ ഞാൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് എത്ര രാത്രി ആയാലും ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരും കേട്ടോ. അപ്പോൾ അതാ അമ്മ മീനൊക്കെ പറക്കിയെടുക്കുകയാണ്. ഉമ്മാക്ക് ഇഷ്ടമില്ല കേട്ടോ, തോനെ മീൻ കാണുന്നതൊന്നും ഉമ്മാക്ക് ഇഷ്ടമല്ല. ഉമ്മ പിന്നെ എന്നും മീൻ കൂട്ടൊന്നുമില്ല. ഉമ്മാക്ക് മീൻ കുറച്ച് നേരം കൂട്ടാൻ വെച്ചതിന് ശേഷമൊക്കെ ഉമ്മ മീൻ കൂട്ടുള്ളൂ. ഉമ്മ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതാ അങ്ങനെ മീനൊക്കെ അവിടെ കൊടുത്ത് ബാക്കിയുള്ള മീനൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ ചായ കുടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. അപ്പോൾ ഇതാ 3 മുട്ട ഞാൻ 3 ആൾക്കും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കുഞ്ഞിക്ക് തന്നെ കേട്ടോ മുട്ട, നാടൻ മുട്ടയെന്ന് പറഞ്ഞിട്ട് തന്നതാണ്. അപ്പോൾ ഞാൻ പൂരിയും ചായയും കൂടിയിട്ട് കഴിക്കട്ടെ കേട്ടോ. പിള്ളേർക്കുള്ള മുട്ടയൊക്കെ അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്തിരി എനർജിയൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് മിറ്റടിക്കാൻ വിചാരിച്ചു. മിറ്റം ബാക്ക് വശം എത്ര അടിച്ചാലും ഇങ്ങനെ തന്നെ കേട്ടോ കിടക്കുള്ളൂ. ഇത് ഫോണിൽ കാണുമ്പോൾ തീരെ വൃത്തികേടായിട്ട് തോന്നും, പക്ഷേ നേരിൽ കാണുമ്പോൾ ഇത്ര ഒന്നും ഇല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇര കുത്തിയിട്ടുള്ള മണ്ണാണ് കൂടുതൽ, അതൊക്കെ അടിച്ച് കളഞ്ഞ് കഴിഞ്ഞാൽ പോകുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ ആകെ എന്തോ പോലെ എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയൊന്നും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ ശരിക്കും പോലെ കാണുമ്പോൾ. അപ്പോൾ അടിച്ചു വാരൽ കഴിഞ്ഞു. അപ്പോൾ ഉമ്മറ വശം ഇന്നലെ അടിച്ചു വാരിയതാണ്. ഇനി ഞാൻ അടിച്ചടിച്ചിട്ട് അങ്ങോട്ടൊക്കെ എത്തിയിട്ട് അവിടെയൊക്കെ അടിച്ചു വാരിയിട്ടാണ് പോയിട്ട്. അങ്ങനെ വാഷിംഗ് മെഷീനിൽ തുണികളൊപ്പം തിരുമ്പാനും ഇട്ടിട്ടുണ്ട് കേട്ടോ. അടിച്ചു വാരുന്നതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അതും ചെയ്യുന്നുണ്ട്. ആക്കെ ഇരുന്നിട്ട് ആരേനെ വിരുന്ന് വിളിച്ചുണ്ടാക്കുന്നുണ്ട് കേട്ടോ. ആരാണാവോ നമ്മുടെ വീട്ടിലത്തെ വിരുന്നുകാർ. കുറേ നേരമായി തുടങ്ങിയിട്ട് വിരുന്ന് വിളിക്കൽ. ഏത് മഹാനാണാവോ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോണത്, അതോ മഹതിയാണാവോ? കാക്ക വിരുന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും. കാക്ക വിരുന്ന് വിളിച്ച് കഴിഞ്ഞാൽ എന്തായാലും ആരേലൊക്കെ വരാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞു. ഇനി ആ ഭാഗമൊക്കെ ഉണ്ട്, അവിടെ വലിയ കരടൊന്നുമില്ല, അത് കാരണം ഞാൻ അടിച്ചില്ല കേട്ടോ. കുറേ മീൻ നന്നാക്കാണ്ട് ഇനി മീൻ നന്നാക്കുകയൊക്കെ വേണം. അങ്ങനെ നമ്മൾ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഐസൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ
നമ്മൾ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. കുറേ മീനുണ്ട് കേട്ടോ. അതൊക്കെ ഇരുന്ന് നന്നാക്കി ഉണ്ടാക്കണം. ആരടി? അപ്പോൾ അതൊക്കെ നന്നാക്കണം. ഇനി ഞാൻ എന്തായാലും മീൻ നന്നാക്കട്ടെ. മീൻ നന്നാക്കണത് ഞാൻ കാണിക്കണമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഐസ് വിട്ടുകൊണ്ടിരിക്കണുള്ളൂ കേട്ടോ ഓരോന്നിൻ്റെ. അപ്പോൾ അതൊക്കെ ഞാൻ നന്നാക്കി എടുക്കട്ടെ എന്തായാലും. അങ്ങനെ എൻ്റെ മീൻ നന്നാക്കലെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്ന് പകുതി എടുത്ത് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കും. മസാല തേച്ചിട്ടാൽ മാറ്റുള്ളൂ കേട്ടോ, വറുക്കാനുള്ളതൊക്കെ. മസാല തേച്ചിട്ട് ഞാൻ മീനിൻ്റെ തല ഒക്കെ കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മീൻ നന്നാക്കിയതിൻ്റെ തലയും കുടലും ഒക്കെ ഉണ്ടാവില്ലേ, അപ്പം അത് കൊണ്ടുപോയിട്ട് കൊടുത്തിട്ടുണ്ട്. പട്ടി തിന്നണില്ല, പക്ഷെ കാക്കയ്ക്കും പൂച്ചയ്ക്കൊന്നും തിന്നാൻ സമ്മതിക്കണമില്ല. മെനക്കെട്ടിട്ട് അവറ്റേനെ ഓടിപ്പിക്കുക. ഒരെണ്ണം പോലും പട്ടി തിന്നിട്ടില്ല, പക്ഷെ ആർക്കും തിന്നാനും സമ്മതിക്കണില്ല. അപ്പോഴാണ് ആ പഴഞ്ചൊല്ല് ഓർമ്മ വന്നത് കേട്ടാ. പട്ടിയേറ്റ പുല്ല് തിന്നൂല, പശുവിനെ കൊണ്ട് തീറ്റിക്കൂല എന്ന് പറയാറില്ലേ, അതേ അവസ്ഥയാണ്. പട്ടി മണത്ത് നോക്കുക, പിന്നെ മാറി കിടക്കുക, പിന്നെ മണത്ത് നോക്കുക, മാറി കിടക്കുക. ആ പൂച്ചോള് തിന്നു വെച്ചിട്ടാണ് കൊണ്ടുപോയി ഇട്ട് കൊടുത്തത്. അപ്പൊ അവറ്റിക്ക് ആർക്കും തിന്നാൻ സമ്മതിക്കണില്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അത് നോക്കി നിക്കട്ടെ ഞങ്ങള്, പട്ടി എന്താ കാണിക്കണെന്ന് നോക്കി നിക്കാണ്. ഇനി അവിടെ കിടക്കും അതിന്റെ അടുത്ത്. കണ്ട, ഒരാള് തിന്നും വേണ്ട ഇക്കും വേണ്ട എന്നുള്ള അവസ്ഥ. എന്താ ചെയ്യാ, ഇതുപോലെയാണ് കേട്ടോ ചില മനുഷ്യന്മാരും. അവർക്ക് ഉപകാരം ഇല്ലെങ്കിലും ആർക്കും കൊടുക്കൂല എന്ന് പറയില്ലേ. ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ട് തിന്നുമായിരിക്കും. അതിന്റെ 3 കുട്ടികൾ അതാ അവിടെ കാണുന്ന ഒരു വീടില്ലേ, ആ പറമ്പിൽ കാണുന്ന ഒരു ഓടിട്ട വീട് കാണാല്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഈ പട്ടി പ്രസവിച്ച് കിടന്നിരുന്നത്. അപ്പോൾ അവിടെ ഉണ്ട് ഇതിൻ്റെ 3 കുട്ടികൾ. ചിലപ്പോൾ ഈ കാക്കേനെയും പൂച്ചേനെയും ഒക്കെ ഓടിപ്പിച്ചിട്ട് ഓരോന്ന് ചിലപ്പോൾ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇനിയിപ്പോൾ ഒരെണ്ണം കുട്ടിക്ക് കൊണ്ടുപോയി കഴിക്കുന്നുണ്ട് കേട്ടോ. കഴിച്ചിട്ടില്ല, നക്കിയിട്ട് പോയി. ചിലപ്പോൾ കാക്കയും പൂച്ചയൊക്കെ ഓടി പോയി കഴിഞ്ഞാൽ കൊണ്ടുപോയി കൊടുക്കാനുള്ള പരിപാടി ആയിരിക്കും. രണ്ട് ദിവസത്തെ മുന്നത്തെ വീഡിയോയിലാണ് തോന്നുന്നുണ്ട് ഞാൻ മലപ്പുറംകാരിയാണോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറംകാരിയാണെങ്കിൽ മലപ്പുറം സ്റ്റൈൽ മീൻകറി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ മലപ്പുറംകാരിയല്ല, ഞാൻ തൃശ്ശൂർക്കാരിയാണ്. തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻകറി എങ്ങനെ വെക്കുകയെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് വട്ടം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. തക്കാളി സബോളയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വാട്ടിയതിന് ശേഷം മിക്സിയിൽ അരച്ചിട്ട് കറി വെക്കണത് ഞാൻ കാണിച്ചിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് വേറൊരു മോഡലിലാണ് വെക്കണത്. ഇങ്ങനെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയുള്ളിയും 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 3ഉം കൂടിയിട്ട് ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചി ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ഇഞ്ചിയുടെ കുത്തെടുക്കൊന്നുമില്ല, കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇട്ടാൽ മതി. പിന്നെ വെളുത്തുള്ളിക്കൊക്കെ നല്ല വില ഇട്ടപ്പോൾ, അപ്പോൾ 2-3 അല്ലി വെളുത്തുള്ളി മാത്രം ഇട്ടാൽ മതി കേട്ടോ. അല്ലെങ്കിലും അത്ര തന്നെ ഇട്ടാൽ മതി, ഓവറായി കഴിഞ്ഞാൽ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചട്ടിയിൽ. അതിൽ നമ്മൾ കുറച്ച് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിക്കാം. അതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളികളും ഇഞ്ചിയും ഒക്കെ ചേർത്ത് കറിവേപ്പിലും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചോളൂ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. നല്ല ബ്രൗൺ കളർ ആവുമൊന്നും വേണ്ട, പച്ചമണം ഒന്ന് മാറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാൻ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ, മുളക് ചാറ് പോലെ വെക്കുന്നത്. ഒന്ന് വറ്റിച്ചിട്ടാണ് വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരേനൊക്കെ ഞാൻ അവിടെ നിന്ന് ഓടിപ്പിച്ചു. ഇവിടെ കട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് ഒളിച്ച് കളിക്കായിരുന്നു. അപ്പോൾ ചീത്ത പറഞ്ഞപ്പോൾ ഓടിയിട്ടാണ്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ. പിന്നെ നമുക്ക് തക്കാളിയും പച്ചമുളകും ഒക്കെ വേണം. അപ്പോൾ ഇതൊന്ന് വാടി ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തക്കാളി 2 കുഞ്ഞ് തക്കാളി കേട്ടോ. വലിയ തക്കാളി ആണെങ്കിൽ 1 ഇട്ട് കൊടുത്താൽ മതി. ഇത് എൻ്റെ കയ്യിൽ കുഞ്ഞ് തക്കാളി ആയ കാരണം ഞാൻ കുഞ്ഞ് 2 തക്കാളിയാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ ഇതാ എന്താ പറയുക, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള എരിവൊന്നുമില്ല, എന്നാലും അത്യാവശ്യത്തിനുള്ള എരിവൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ 2 ടീസ്പൂണ് മുളക് പൊടി. അപ്പോൾ കുറച്ചെടുത്തപ്പോൾ അവിടെ തട്ടിയിട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമോളാട്ടോ ഇട്ടിട്ട് ഇളക്കണത്. ഞാൻ മുളക് പൊടിയൊക്കെ ഇട്ടപ്പോൾ അവളാണ് ഇട്ടിട്ട് കുത്തി വരക്കണത്. എന്താ ഉണ്ടാക്കണം വെച്ചാൽ മീനച്ചാറാണോ എന്നൊക്കെ ചോദിക്കണത് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് ആ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ നല്ല കുത്ത് മാറി നല്ലൊരു മണം വരും, മൂത്ത മണം വരും. അതുവരെ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചൂടാക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഒന്നും വാടി കിട്ടൊന്നും വേണ്ട. ഞാൻ ആ മുളക് പൊടി ചൂടാവേണ്ട സമയം കൊണ്ട് അതൊക്കെ അതിൽ അരിഞ്ഞിട്ടു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ തക്കാളിയും പച്ചമുളകും ഇതുപോലെ കീറിയിടുക കേട്ടോ. തക്കാളി അരിഞ്ഞിടുക, അതുപോലെ പച്ചമുളക് ഒന്ന് കീറിയിടുക. പിന്നെ ഇതാ പുളി പിഴിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പുളി കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിഴിഞ്ഞ് അതിലൊഴിക്കുക കേട്ടോ. ഒഴിച്ചതിന് ശേഷം ഇത്തിരിയും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച്, നമ്മുടെ ചെറിയ ചട്ടിയല്ലേ അപ്പോൾ കുറച്ച് കറി ഉണ്ടാവുള്ളൂ. അപ്പോൾ
കുറച്ചും കൂടി വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി വെള്ളം അതിലെടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ആ പുളിയും കൂടി ഒന്നും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കാം. തിളച്ചിട്ട് നമ്മുടെ ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ക്യാമറ ഓണാക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് എണ്ണയ്ക്ക് മുകളിൽ തെളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കിയിട്ട് നമ്മൾ സാധാരണ എന്താ പറയുക ഉള്ളി കാച്ചി അതുപോലെ ഉള്ളി കാച്ചിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി കാച്ചുന്നതും ഞാൻ കാണിച്ചിട്ടില്ല, അതൊക്കെ ഇപ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള മീനൊക്കെ ഞാൻ അതവിടെ വരഞ്ഞ് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്നും കുറച്ചെടുത്തിട്ട് നമ്മൾ പൊരിക്കും, ബാക്കി നമ്മൾ എടുത്തേക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.